തഥാനേക സന്തം, തഥമായ തനിക്കപ്പെട്ട, അതായത് താൻ മാത്രമായിട്ടുള്ളത്, ഏകമായ, അനേക സന്തം, അനേകമായി ഭവിക്കുന്നവനെ. വിനായകനാണല്ലോ, അതുകൊണ്ട് സംബോധന ചെയ്യുന്നത് ഭവിക്കുന്നവനെ അല്ലെങ്കിൽ ഭവിപ്പിക്കുന്നവനെ എന്നൊക്കെ പറയാം. ഏകമായിരിക്കുന്ന വിനായകൻ തന്നെയാണ് അനേകമായിട്ട് വർത്തിക്കുന്നത്. വിനായകൻ എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് പരമ്പൊരുൾ എന്ന അർത്ഥത്തിലാണ്. ഏകമായിരിക്കുന്ന സത്യം. ആ സത്യം ഏകമായിട്ടിരിക്കുമ്പോഴും അനേകമായി വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ നാം ഈ കാണുന്നതായ ജഗത് വിലാസങ്ങളൊക്കെ തന്നെ. സത്യം ഏകവും കാണുന്ന ദൃശ്യം അനേകവുമാണ്. അനേകമായി കാണുന്നതായ ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യം ഏകമാണ്. പുരാതന കാലത്ത് തന്നെ ഭാരതീയരെന്ന് മാത്രമല്ല, ലോകത്ത് എവിടെയുമുള്ള ചിന്തകന്മാർക്ക് ഒരു പ്രഹേളികയായിരുന്നു ഈ ഒരു സമസ്യ. ഏകമായിരിക്കുന്നത് എങ്ങനെ അനേകമായിട്ട് വർത്തിക്കുന്നു, അനേകമായിരിക്കുന്നത് ഏകമായിട്ട് വർത്തിക്കുന്നത് എങ്ങനെ? ഇതൊരു സമസ്യയാണ്. ഏകമായിരിക്കുന്ന സത്യം തന്നെയാണ് സമസ്തവുമായിട്ട് ഇരിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് ബോധ്യപ്പെടേണ്ടത്? ദൃശ്യപ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അനേക നാമങ്ങളോടും രൂപങ്ങളോടും കൂടി ഇരിക്കുന്നു. സാധാരണ ഒരു സത്യാന്വേഷി തൻ്റെ മുന്നിൽ കാണുന്നതായ ദൃശ്യപ്രപഞ്ചത്തെ വിലയിരുത്തുകയാണ്. ഇതെന്താണ് ചോദ്യം? ഇതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതൊരു സത്യാന്വേഷിയെ സംബന്ധിച്ചാണ്. ഏതൊന്നിനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിൻ്റെ അകംപൊരുളിൽ എത്തുമ്പോഴേക്കും ഒന്ന് മാത്രമാണ് കാണുന്നത്, അനേകമല്ല. എല്ലാത്തിൻ്റെയും പൊരുൾ ഒന്നായിരിക്കും. അപ്പോൾ ഏതിനെയൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, എത്രയെല്ലാം വസ്തുക്കളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിൻ്റെ അടിസ്ഥാന സത്യം അല്ലെങ്കിൽ അതിൻ്റെ ആന്തരികമായി വർത്തിക്കുന്ന ഘടനാവിശേഷത്തെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതിലെല്ലാം പൊരുളായിരിക്കുന്നത് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അനേക ജഗത്തിനെ പരിശോധിച്ച് എത്രയൊക്കെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാലും ശരി, അവസാനമായി എത്തിച്ചേരുന്നതായ ഒരു അന്തിമ സ്ഥാനമുണ്ട്. ആ അന്തിമ സ്ഥാനം ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും ഭാവത്തിലും രൂപത്തിലും നിറത്തിലുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും മനുഷ്യത്വം എന്നുള്ള നിലയിൽ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യനാണല്ലോ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം. കുറെ കൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഒരു ആത്മസത്യം തന്നെ വിവൃതമായി തീർന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ആരാണ് ഈ ഞാൻ? എല്ലാവരും ഞാൻ എന്നല്ലേ പറയുന്നത്. എല്ലാവരും ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഇരിക്കുന്ന ഞാനിന്റെ പൊരുൾ ഒന്ന് തന്നെയല്ലേ? ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അനേകമായിട്ടും വിചിന്തനം ചെയ്യുമ്പോൾ ആന്തരികമായി ഒന്നായിട്ടും അറിയുന്നതായ ഒരു യോഗാത്മക വീക്ഷണം നമുക്കുണ്ടായിരിക്കണം. യോഗാത്മക വീക്ഷണം നമുക്ക് തരുന്ന സമന്വയ ദർശനമാണ്. അത് സമഗ്രമാണ്. അപ്പോൾ സമന്വയ ദർശനത്തിൽ സമഗ്രമായൊരു വീക്ഷണം രൂപപ്പെടുകയും ആകവെയുള്ളതിനെ എല്ലാത്തിനെയും ചേർത്ത് വെച്ച് കാണത്തക്ക തരത്തിലുള്ളതായ അറിവിൻ്റെ ഒരു വിശാലത ഉണ്ടാവുകയും ചെയ്യും. അത് പാർശ്വവീക്ഷണമല്ല. വേദാന്തത്തിൽ സംഗതമായി വരുന്നതായ അറിവിൻ്റെ സുനിശ്ചിതത്വം അത് പാർശ്വവീക്ഷണത്തിൽ നിന്നും ഉളവായതല്ല, മറിച്ച് സമഗ്രമായ വീക്ഷണത്തിൽ നിന്നും ഉളവായതാണ്. അങ്ങനെ സമഗ്ര വീക്ഷണമുള്ളവരെ ആണ് നാം ദാർശനികൻ
മാരെന്നും ഗുരുക്കന്മാരും എന്നൊക്കെ പറയുന്നത്. അവർ എല്ലാത്തിനെയും ചേർത്ത് വെച്ച് കാണും. അങ്ങനെ എല്ലാത്തിനെയും ചേർത്ത് വെച്ച് കാണുന്ന ഒരു സന്ദർഭം വിനായകാഷ്ടകത്തിന്റെ 7ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ പദത്തിൽ ഗുരു കാണിച്ചു തരുന്നു. തഥമായ, ഏകമായിരിക്കുന്ന ഞാൻ തന്നെയാണ് അനേകമായിട്ടിരിക്കുന്നത്. ഇത് നമ്മളിലേക്ക് ചേർത്ത് വെച്ച് കാണണം. നമ്മൾ ഇവിടെ വിനായകനെയും ഗുരുവിനെയും ഒക്കെ പറയുമ്പോൾ പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ അന്വേഷകൻ തന്നെ തന്നെ യഥാസ്ഥാനത്ത് കാണണം. ഞാൻ തന്നെയാണ് സകലതുമായിട്ടിരിക്കുന്നത്. എന്നിലിരിക്കുന്ന പൊരുൾ തന്നെയാണ് നിന്നിലും ഇരിക്കുന്നത് എങ്കിൽ വിനായകനിലും ഇരിക്കുന്ന പൊരുൾ ഒന്ന് തന്നെയാണ്. ഇപ്പൊ വിനായകനായിരിക്കുന്ന പൊരുൾ തന്നിൽ കാണുമ്പോഴോ തന്നിൽ ഒരു വിനായകത്വത്തെ ദർശിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മളിലുള്ളതായ പരവശതകളെല്ലാം മാറുന്നു. അത് സീമാതീതമായി വരുന്നു. പരിധികളില്ല. പരിധികളില്ലാത്തതായ ഒരു പൊരുളിൻ്റെ ഉടമകളാണ് നാം എല്ലാവരും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് അവശത ഉണ്ടാകേണ്ടത്, എവിടെയാണ് ദുഃഖമുണ്ടാകേണ്ടത്, എവിടെയാണ് ക്ലേശങ്ങൾ ഉണ്ടാകേണ്ടത്? ഈ പറയുന്ന താത്വികമായ നിഗമനം നമ്മുടെ സാധനയിലൂടെയും തപശ്ചര്യയിലൂടെയും നേടിയെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടുന്നതായ ഒരു താത്വിക മൂല്യത്തെയാണ് നാം ഇപ്പോൾ ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. കേട്ട് മറന്നു പോകാനുള്ളതല്ല എന്നർത്ഥം. അപ്പോൾ മാത്രമാണ് ഏകത്തിൽ അനേകത്തെയും അനേകത്തിൽ ഏകതയെയും കാണുമ്പോൾ ഭ്രമമുണ്ടാകാതിരിക്കുകയുള്ളൂ, മോഹങ്ങൾ ഉണ്ടാവുകയില്ല. ശാന്തമായ മനസ്സോടുകൂടി ഏതൊരു സാഹചര്യങ്ങളിലും കടന്നു പോകുവാൻ നമുക്ക് കഴിയണം. അതിനുള്ള അടിസ്ഥാന സൂചനകളാണ് ഈ തരുന്നത്. ഇതെല്ലാം സാധ്യമാക്കി തീർക്കേണ്ട സാധനയുടെ പാഠങ്ങളാണ്. വിനായകാഷ്ടകം പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വിനായകനെ പറ്റിയാണ് പഠിക്കുന്നത്. ഗുരു പറഞ്ഞു തരുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഗുരുവിനെ പറ്റിയാണ് പഠിക്കുന്നത് എന്ന്. പാരമാർത്ഥിക ദൃഷ്ടിയാൽ നോക്കുമ്പോൾ നാം നമ്മെ തന്നെയാണ് ഈ പഠിക്കുന്നത്. ഇതിനാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായ ഒരു അർത്ഥം ഞാൻ എന്നാണ്. ഞാൻ എന്നെ തന്നെ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാത്മം എന്ന് പറയുന്നു. ആത്മാവിനെ അധിഷ്ഠാനമാക്കിക്കൊണ്ടുള്ളതായ പഠനത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്, മറ്റൊന്നല്ല. നേതം യതിതമുപാസത്തെ, മറ്റൊന്നായി കണ്ടുകൊണ്ട് ഇതിനെ ഉപാസിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ പരമേശ്വരന്റെ പുത്രനാണ് വിനായകൻ എന്ന് കണ്ടുകൊണ്ട് പൂജിക്കുമ്പോൾ തന്നിൽ നിന്ന് മന്യമായിട്ട് വർദ്ധിക്കുന്ന ഒരു ദേവതയായി കാണാൻ കഴിയും. ഉപനിഷത്ത് പറയുന്നു, നേതം യതിതമുപാസത്തെ, തന്നിൽ നിന്ന് മന്യമായി കണ്ടുകൊണ്ടുള്ള ഒരു ഉപാസനയല്ല ആത്യന്തികമായിട്ടും ഇവിടെ വേണ്ടത്. വിനായകനെ കാണുമ്പോൾ തൻ്റെ ഉള്ളിൽ വിനായകനെ കാണണം. തൻ്റെ ഉള്ളിൽ വിനായകനെ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് വിനായകൻ എന്ന് തിരിച്ചറിയണം. തിരിച്ചറിയത്തക്ക തരത്തിൽ ഉള്ളിലുണ്ടാകുന്ന ഒരു വെളിവുണ്ട്, ഒരു ഉൾവെളിവാണ്. ആ വെളിവ് ഉണ്ടാക്കിയെടുക്കത്തക്ക തരത്തിൽ നമ്മുടെ ജീവിതത്തെ ആയോജനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക് ഇതൊന്നും വിട്ടുകളയാൻ സാധ്യമല്ല. സദാദാനവന്തം, എല്ലായ്പ്പോഴും പ്രശസ്തമായ ദാനത്തോടു കൂടിയവനാണ് വിനായകൻ. എല്ലാം തന്ന് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, ആവശ്യപ്പെടാതെ തന്നെ ഔദാര്യത്തോടു കൂടി അക്ഷീണനായി വരങ്ങൾ ദാനം ചെയ്യുന്നവനെ എന്നാണ്.
അപ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്കിതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. ഡെയിലി അമ്പലത്തിൽ പോകും, പ്രാർത്ഥന നടത്തും, വഴിപാട് നടത്തും, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തേ ഇവന്റെ ആ ചെറിയ കണ്ണുകളൊന്നും എൻ്റെ നേരെ നോക്കുന്നില്ല? എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തേ എൻ്റെ ദുഃഖങ്ങളൊന്നും മാറാത്തത്? വാസ്തവത്തില് ദുഃഖങ്ങളൊന്നും തന്നത് വിനായകനല്ല, സുഖങ്ങൾ തരുന്നതും വിനായകനല്ല. അങ്ങനെയാണ് നാം സങ്കല്പിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? വിനായകൻ പരമാനന്ദ സ്വരൂപനാണ്, സച്ചിദാനന്ദമൂർത്തിയാണ്. വിനായകൻ സച്ചിദാനന്ദമൂർത്തിയാണ് എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷം നാം ഓരോരുത്തരും ആ സച്ചിദാനന്ദമൂർത്തികളല്ലേ എന്ന് എന്തേ തിരിച്ചറിയാത്തത്? അത് വിനായകന്റെ കുഴപ്പമാണോ? അത് നമ്മുടെ കുഴപ്പം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വസിക്കുന്ന നമുക്ക് എന്താണ് ഇവിടെ ഇല്ലാത്തത്? ഭൂമിയെ രത്നഗർഭ എന്നാണ് വിളിക്കുക. എന്താണ് രത്നഗർഭ എന്ന് പറയുമ്പോൾ? രത്നം പോലെ ഖനികളാൽ നിറവാർന്നതാണ്, സമൃദ്ധമാണ്. എന്നിട്ട് നമുക്ക് അത് പോരാ എന്ന് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ളതായ ദാരിദ്ര്യമാണ്. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഏതൊരനുഭവങ്ങളും ഒരുപക്ഷെ സന്തോഷം തരുന്നതായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദുഃഖങ്ങൾ തരുന്നതായിരിക്കാം. അതെല്ലാം ആകെയുള്ള ജീവിതത്തിന്റെ ഗതീയമായ ഒഴുക്കിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതായ ഒരു കരുത്തുണ്ട്. ആ കരുത്ത് സമ്പാദിക്കണം. ആ കരുത്ത് സമ്പാദിക്കുമ്പോൾ ഏകനായിട്ടിരിക്കുമ്പോഴും അനേകരായിട്ടിരിക്കുമ്പോഴും മനഃശാന്തനായിട്ടിരിക്കാൻ കഴിയും. അതിൻ്റെ പേരാണ് ശാന്തി. അത് ഈശ്വരീയമായ ശാന്തിയാണ്. ആ ഈശ്വരീയമായ ശാന്തിയിൽ ആർക്കാണോ നിമഗ്നനായിരിക്കുവാൻ കഴിയുന്നത്, അത് ആരെയും പ്രതീക്ഷിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല. ഈശ്വരീയമായ ഒന്ന് നമ്മളിലേക്ക് സദാസമയവും അതിൻ്റെ കനവ് ഹർഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്ന ഒരു ഉൾക്കണ്ണ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും, വിനായകൻ എനിക്ക് സദാസമയവും എല്ലാം തന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ, അവിടത്തേക്ക് എൻ്റെ പ്രണാമം, പാഹി പാഹി എന്നല്ലാതെ എന്താ പറയാൻ കഴിയും? നമ്മുടെ മനോഭാവമാണ് മാറ്റേണ്ടത്. അടഞ്ഞു കിടക്കുന്ന മനസ്സിന്റെ വാതിലുകൾ ഒന്ന് തുറന്നാൽ അവിടേക്ക് കാറ്റും വെളിച്ചവും പ്രവേശിക്കും. അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ എന്നുള്ള നിലയിലാണ് ആധ്യാത്മികമായ പഠനങ്ങളും സാധനകളും തപസ്സുകളും ഒക്കെ ഉള്ളത്. അതിന് വേണ്ടവണ്ണം കാണേണ്ടിയിരിക്കുന്നു, വേണ്ടവണ്ണം സമ്യക് ദർശനം ഉണ്ടാവണം. സമ്യക് ദർശനം ഉണ്ടാകുമ്പോഴാണ് കാഴ്ചപ്പാടുകൾക്ക് സമഗ്രത ഉണ്ടാവുകയുള്ളൂ. എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മതിവർത്തിക്കുവാൻ തനിക്ക് കഴിയത്തക്ക തരത്തിലുള്ളതായ ഒരു ആർജവം നമുക്ക് കഴിയണം. കാരണം ഇതൊന്നും ഞാൻ നിശ്ചയിച്ചിട്ടല്ലല്ലോ വന്നത്. എൻ്റെ നിശ്ചയത്തിൻ പ്രകാരമല്ല ഇതൊന്നും നടക്കുന്നത്. എൻ്റെ നിശ്ചയത്തിനപ്പുറത്ത് ഒരു വലിയ നിശ്ചയമുണ്ട്. എൻ്റെ മനോവ്യാപാരങ്ങൾക്ക് അപ്പുറത്ത് ഒരു വലിയ മനോവ്യാപാരമുണ്ട്. അതിനെ കോസ്മിക് മൈൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ മനസ്സിനെ വായിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളവരുടെ മനസ്സുകളെ നമുക്ക് വായിക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ ആകെയുള്ള പ്രപഞ്ച മനസ്സിനെ വായിക്കുവാൻ കഴിയും, അടുത്തറിയുവാൻ കഴിയും. അതിൻ്റെ അനുരണനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആ അനുരണനത്തിൻ്റെ ഒരു സൗമ്യതയുണ്ട്. അതിനെയാണ് നാം ദൈവമെന്നോ ദൈവികതയെന്നോ ഒക്കെ വിളിക്കേണ്ടത്. അത് സദാസമയവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന് ജീവിതത്തിൽ
എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളവനാണ് എന്ന് അറിയുന്നവനാണ്. നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാരനാവേണ്ടത്. നമ്മുടെ സുഖത്തിനും കാരണക്കാരൻ നാം തന്നെ, നമ്മുടെ ദുഃഖങ്ങൾക്കും കാരണക്കാരൻ നാം തന്നെ എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ഇത്രയും കാലം നാം ഇവിടെ ജീവിച്ചില്ലേ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് എൻ്റെ കഴിവുകൊണ്ടാണ് ജീവിച്ചത്? എന്നാ പിന്നെ അങ്ങ് വിട്ടുകൊടുത്തൂടെ? അപ്പം നീ തന്നെ അങ്ങ് നോക്ക്, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തേക്കാം. ഇന്ന് എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്തേക്കാം, അത്ര മാത്രം മതി. അടുത്ത നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, എന്ത് ചെയ്യാൻ കഴിയുമെന്നും നമുക്കറിയില്ല. പിന്നെ നാളത്തെ കുറിച്ച് ആവലാതിപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ലേ ഇല്ല. ഇതൊന്നും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. എങ്കിലാണ് വിനായകാഷ്ടകത്തിന്റെ പഠനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പഠനത്തിലൂടെയും പഠനത്തിലൂടെയും അതിൻ്റെ ധ്യാനത്തിലൂടെയും ഒക്കെ നമുക്ക് എന്തെങ്കിലും ആർജിച്ചതായി തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ശ്ലോകം പഠിക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലായിരിക്കരുത് 7ാമത്തെ ശ്ലോകം. അടുത്തത് വരുന്ന 8ാമത്തെ ശ്ലോകമാണ്. 8ാമത്തെ ശ്ലോകം കൊണ്ട് വിനായകാഷ്ടകം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ടുന്നതായ ഒരു സമ്പൂർണതയുണ്ട്, ഒരു നിർവൃതിയുണ്ട്. നിർവൃത മാനസന്മാരായി തീരണം. അതാണ് ഇതിൻ്റെ അന്തിമ ലക്ഷ്യം. സാധിക്കില്ല എന്ന് ആരും വിചാരിക്കരുത്. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ സ്വാമിക്ക് പറ്റുന്ന കാര്യമായിരിക്കാം എന്ന് ഒരുപക്ഷെ അവിടെ ഇരുന്ന് തൻ്റെ ആത്മാവിനോട് തന്നെ മന്ത്രിക്കുന്നുണ്ടാവും. അല്ല, നാരായണ ഗുരു പറയുന്നില്ലേ, സാധിക്കും സകലം. നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. തീരുമാനം ഉറപ്പുള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എല്ലായ്പ്പോഴും പ്രശസ്തമായ ദാനത്തോടു കൂടിയവനാണ്. അത് സ്വീകരിക്കുവാൻ നമ്മുടെ കൈകൾ തുറന്നു വയ്ക്കുക. തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ഒന്നും ആവശ്യപ്പെടാനില്ല. ആരോടാണ് ആവശ്യപ്പെടുന്നത്? ഭർത്താവിനോട് ആവശ്യപ്പെടാം, ഭാര്യയോട് ആവശ്യപ്പെടാം, മക്കളോട് ആവശ്യപ്പെടാം. സർവജ്ഞനായിരിക്കുന്ന വിനായകനോട് എന്താ ആവശ്യപ്പെടാനാണ്? ഒന്നും ആവശ്യപ്പെടാനില്ല, എല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ ചെയ്യാനുള്ളത്? അവന് വേണ്ടി സ്തുതിപാടലുകൾ നടത്താം. അത്രേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരു മൂല്യത്തെ സ്തുതിക്കുക. നാരായണ ഗുരു എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല വിനായകാഷ്ടകം രചിച്ചത്. ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ഒന്നും ആവശ്യമില്ല എനിക്ക്. കാരണം എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ നീ എപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ വിനായകനെ സ്തുതിക്കാനല്ലാതെ പിന്നെ നാരായണ ഗുരുവിന് കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ച് വേണം മുന്നോട്ട് പോകുവാൻ. ബുധശ്രീകരന്തം, ബുധന്മാർക്ക് ശ്രീയെ ഉണ്ടാക്കുന്നവനെ. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ബുധന്മാർക്ക്, അറിവുള്ളവർ എന്നും ഐശ്വര്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം ഒരു സൗകര്യങ്ങളും വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് വീട് വിട്ട് ഇറങ്ങുന്ന ഒരു സത്യാന്വേഷി അറിവിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. അറിവിനെ പ്രേമിക്കുന്നവനാണ് അവൻ. അറിവിനോടൊരു പ്രണയമുണ്ട്. ആ പ്രണയം സാക്ഷാത്കരിക്കുന്ന ഓരോ പടവുകളിലേക്കും മുന്നേറുമ്പോൾ ഈ നീതിക്കൊരു ഇച്ഛയുണ്ട്. അത് വെറുതെ ഇരിക്കില്ല, അത് കാണാതിരിക്കില്ല. അവിടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നിറവേറുക തന്നെ ചെയ്യും. മല പോലെ വരുന്നതായ പ്രശ്നങ്ങൾ മഞ്ഞ് പോലെ ഉരുകുന്നത് കാണാം. നമ്മൾ അതിനേക്കാൾ മുമ്പ്
ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി ആകുലതകൾ ഉണ്ടാക്കും, മനസ്സ് വിഷമിക്കും, സ്വാഭാവികമാണ്. പക്ഷെ കാത്തിരിക്കൂ. ദുഃഖമുണ്ടായതല്ലേ, ഉണ്ടായതാണെങ്കിൽ അത് ഇല്ലാതാകും. സന്തോഷം ഉണ്ടാകുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക്, എങ്കിൽ അതും ഇല്ലാതാകും. അത് സ്വാഭാവികമാണ്. ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതായ സുഖദുഃഖങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക. പരമാനന്ദമായിരിക്കുന്നതായ സച്ചിദാനന്ദത്തിന്റെ നിഷേധാത്മകമായ വശമാണ് ദുഃഖം എന്ന് പറയുന്നത്. പരമാനന്ദം തന്നെയാണ്, പക്ഷെ ദുഃഖമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരയും. അതേ പരമാനന്ദത്തിന്റെ പോസിറ്റീവ് വശമാണ്, അല്ലെങ്കിൽ ധനാത്മകമായ വശമാണ് സന്തോഷം എന്ന് പറയുന്നത്. ഈ രണ്ട് അറ്റങ്ങൾ നമുക്ക് നമ്മുടെ സമന്വയ ബുദ്ധി കൊണ്ട്, സമ്യക് ദർശനം കൊണ്ട് കൂട്ടി യോജിപ്പിക്കാൻ കഴിയണം. വാസ്തവത്തിൽ അത് യോജിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ സമ്യക് ദർശനം നമുക്ക് വേണ്ടവണ്ണം പ്രകാശിക്കുന്നില്ല. അപ്പോൾ എന്ത് വിചാരിക്കും? എപ്പോൾ എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ, എന്തേ ദൈവമേ നീ എനിക്ക് ഇത് മാത്രം തന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യും. ചിന്തിക്കുന്ന സമയത്ത് കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അതേ ആൾ തന്നെ പൊട്ടിച്ചിരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് കാണാം. അന്നേരം ചോദിക്കുന്നില്ലല്ലോ എന്തേ ദൈവമേ നീ എനിക്കത് തന്നു എന്ന്. അന്നേരം ദൈവത്തെ മറന്നു. അപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുകയും സന്തോഷം വരുമ്പോൾ ദൈവത്തെ മറക്കുകയും ചെയ്യുന്നതായ ഒരു നിലപാടല്ല തപസ്സിൻ്റേത്. സുഖദുഃഖങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് സദാസമയവും തപോനിരതമായ ജീവിതം ഗൃഹസ്ഥനെ നയിക്കണം. അത് അനിവാര്യമാണ്. ഗൗരവം, ആ ഗൗരവം എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ടുള്ള ഗൗരവമല്ല. ജീവിതത്തെ മൂല്യമുള്ളതായി കാണുകയും ഒരു നിമിഷങ്ങളും നിരർത്ഥകമായി കാണാതിരിക്കുകയും ചെയ്യത്തക്ക തരത്തിലുള്ളതായ ആന്തരിക വീക്ഷണമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്നതായ സൗമ്യമായ ഒരു ഗൗരവമുണ്ട്. ഗുരോഹോഭാവം എന്ന അർത്ഥം. ഗുരോഹോഭാവം, ഗൗരവം. ഈ ഭാവം നമ്മുടെ ഉള്ളിൽ സദാസമയവും പ്രകാശിക്കുമെങ്കിൽ എന്തിനു ഭയപ്പെടണം, എന്തിനാകുലപ്പെടണം? വിട്ടുകൊടുക്കുക. എത്രയും നമുക്ക് ചെയ്യാനുള്ളത്. അവൻ അറിവുള്ളവനാണ്. ആ അറിവുള്ളവൻ, ഇത്രയും കാണാൻ കാഴ്ചപ്പാടുള്ള ഒരുവൾ അറിവുള്ളവനാണ്. അവനിലേക്ക് എല്ലാ ശ്രീയും വന്നു ചേരും. ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായ ചില കർമ്മപഥങ്ങളുണ്ട്. അത് ചെയ്ത് അനുഷ്ഠിച്ച് അത് നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകട്ടെ, അങ്ങ് ചെയ്തേക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ചെയ്തങ്ങ് തീർത്തേക്കുക. അത്രയും എൻ്റെ ജീവിതത്തിൽ നിന്ന് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. വിഷമിക്കേണ്ടതില്ല. വിഷമങ്ങളുണ്ടാവും, പക്ഷേ അടി പതറരുത്. പിടിച്ചു നിൽക്കുക. സ്വാഭാവികമായിട്ടും ഇനിയും ഇനിയും നല്ല നിമിഷങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി പുറപ്പെടുക. അങ്ങനെയുള്ളവരെയാണ് വേദാന്തത്തിൽ ബുധന്മാർ എന്ന് പറയുന്നത്. അവർ വിദ്വാൻമാരാണ്, അറിവുള്ളവരാണ്. നിത്യമേത് അനിത്യമേത് എന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളവരാണ്. പാപമേത് പുണ്യമേത് എന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളവരാണ്. ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളവരാണ്. എന്നിട്ട് എന്ത് വേണം? ഇന്ന് ചെയ്യേണ്ടതായ ധാർമ്മിക വൃത്തികളിൽ ഏർപ്പെടുക. ബാക്കി കാര്യങ്ങൾ ആകവെയുള്ള ഒരു ഇച്ഛയനുസരിച്ച് നീങ്ങിക്കൊള്ളും. നമ്മൾ അതിനകത്ത് കൈകടത്തേണ്ട ആവശ്യമില്ല. വിനായകനെ വർണ്ണിക്കുന്ന മറ്റൊരു പദമാണ് ഗജാസ്യം. എൻ്റെ കഥ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം.
ഇതിനു മുമ്പ് നടന്ന ക്ലാസ്സുകളിൽ നമ്മളതൊക്കെ ആ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആവർത്തിക്കപ്പെടേണ്ടതില്ല. ആനയുടേതുപോലെയുള്ള മുഖത്തോടു കൂടിയവനെ പരമേശ്വരനും പരമേശ്വരിയും ആനകളുടെ രൂപം കൊണ്ട് വസിക്കേണ്ടതായ ഒരു കഥ പുരാണങ്ങളിൽ വായിക്കാം. അതൊന്നെടുത്ത് വായിക്കുക. ആനത്തലയിലെ വലിയ ചെവി ശ്രദ്ധയെ ഊന്നി പറയുന്നതാണ്. ശ്രദ്ധ വേണം, പറയുന്നത് കേൾക്കാൻ ശ്രദ്ധ വേണം. ശ്രദ്ധ വേണമെങ്കിൽ പറയുന്നത് കേൾക്കണം. കേൾക്കുന്നതിന് വലിയ ചെവി ആവശ്യമാണ്. വലിയ ചെവി എന്ന് പറയുന്നത് കേൾക്കുന്നതിനെ കേൾക്കുവാൻ കഴിയുന്നതായ ഒരു ആന്തരിക ചോദനയില്ലേ, കാണേണ്ടതിനെ കാണത്തക്ക തരത്തിൽ വർത്തിക്കുന്നതായ ആന്തരികമായ അജ്ഞാതമായ, നമുക്ക് അജ്ഞാതമായ ഒരു അനന്ത ശക്തിയില്ലേ. കണ്ണ് ചെറുതാണെങ്കിലും ആ കണ്ണിലൂടെ കിട്ടുന്നതായ ഉദ്ദീപനങ്ങളെ അർത്ഥവത്താക്കി തീർക്കത്തക്ക തരത്തിൽ ഒരു ആന്തരികമായ ശക്തി അവിടെ പ്രവർത്തിക്കുന്നില്ലേ. അപ്പോൾ ചെവി ചെറുതാണെങ്കിലും, നമ്മുടെയൊക്കെ ചെവി ചെറുതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ വർത്തിക്കുന്നതായ സാധ്യത അനന്തമാണ്. അതിനെയാണ് ഉപനിഷത്തുകളിൽ ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറയുന്നത്, കാതിന് കാതായിരിക്കുന്നത്. ഇപ്പൊ വിനായകന്റെ കാത് നമുക്ക് ബോധ്യപ്പെടുത്തക്ക തരത്തിൽ, നമുക്ക് ബോധ്യമുണ്ടാകുന്നതിന് വേണ്ടി വലിയ കാതാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ്. അല്ലയോ സത്യാന്വേഷി, നിന്റെ കാതും ഇതുപോലെ വലുതായിരിക്കണം. പിന്നീട് എന്ത് പറയുന്നു? ചെറിയ കണ്ണാണ്, അർദ്ധനിമീലനാണ്. കണ്ണുകൾ കൂടുതൽ തുറന്നു വെച്ചു കഴിഞ്ഞാൽ ലോക കാഴ്ചകൾ കാണാമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. അത് അല്പം ഒന്ന് അടയ്ക്കുന്നത് നല്ലതാണ്. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കണം. 5 കണ്ണുകളും വെളിയിലേക്ക് തുറന്നിരുന്നു കഴിഞ്ഞാൽ ലോകവാഴ്വ് അധികരിക്കും. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. 40, 50, 60 വർഷം കണ്ട ലോകം തന്നെയല്ലേ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് കാണാനാ? കാണുന്ന തന്നെയാണ് വീണ്ടും കാണുന്നത്. അതുകൊണ്ട് ഇനിയും അല്പം ഒന്ന് അടയ്ക്കുന്നത് നല്ലതാണ്. അകത്തേക്ക് നോക്കാം. അതുകൊണ്ട് വിനായകന്റെ കണ്ണ് അല്പം ചെറുതാ, പക്ഷേ സഹസ്രാക്ഷനാണ്. സാരസങ്ങളുടെ ഇതളുകൾ ചലിക്കുന്നത് പോലെ. ഏതാണ് സാരസങ്ങൾ? താമരപ്പൂക്കൾ. 1000 ഇതളുകളുള്ള താമരപ്പൂവിന്റെ ആ മന്ദാനിലൻ വരുമ്പോൾ, ഇങ്ങനെ ആടുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ ഇതളുകൾ ചലിക്കുന്നത്, അല്ലയോ വിനായക, നിന്റെ കണ്ണുകൾ അങ്ങനെയാണല്ലോ ചലിക്കുന്നത് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു. ആ ഇതളുകൾ ചലിക്കുന്ന പോലെയാണ് നിന്റെ നയനങ്ങൾ ചലിക്കുന്നത്. എന്തിനാണ് നിന്റെ നയനങ്ങൾ ചലിക്കുന്നത്? നിന്റെ ഭക്തന്മാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ കാണുന്നത് നമ്മൾ അറിയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ കണ്ണ് ചെറുതാണെങ്കിലും അവന്റെ ഉൾക്കണ്ണ് വലുതാണ്. അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് പറയുന്നു, മസ്തകത്തിലെ രത്നങ്ങൾ ശരശ്ചന്ദ്രഹീരം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഹീരം എന്ന് പറഞ്ഞാൽ സ്വർണം, രത്നങ്ങളോ ഒക്കെ ഉള്ളതായ മുത്തുകൾ ഒക്കെ അണിഞ്ഞിരിക്കുന്നവനാണ്. അവന്റെ ബുദ്ധിയാണ്, വളരെ വിശാലമായ ബുദ്ധിയാണ്. കാരണം വിനായകൻ എന്നല്ലേ പറയുന്നത്, വിനയിപ്പിക്കുന്നവനാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. നമ്മുടെ അറിവില്ലായ്മയെ മുൻകൂട്ടി കണ്ട് അതിനെ തിരുത്തി ഉന്നതമായ ഒരു ബോധതലത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരുവാൻ ആർക്കാണോ കഴിയുന്നത് അത് വിനായകനാണ്, വിനയിപ്പിക്കുന്നവനാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. കൊമ്പ് ആണെങ്കിലോ മുറികൊമ്പാണ്. കൊമ്പ് ഒടിച്ചിട്ടാണ് അത്രേ മഹാഭാരതം എഴുതി തുടങ്ങുന്നത്. പിന്നെ വേറെ കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ ചേർത്ത് വെച്ച് മനസ്സിലാക്കാം. ഇവിടെ ആധ്യാത്മികമായ ദൃഷ്ടിയിൽ ഈ മുറികൊമ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കെല്ലാവർക്കും ഒരു കൊമ്പുണ്ട്, അഹന്തയുടെ കൊമ്പ് എല്ലാവർക്കും ഉണ്ട്. അത് അത്ര ചെറുതൊന്നുമല്ല.
ആ കൊമ്പൊന്ന് ഒടിക്കണം, ക്ഷമ ആവശ്യമുണ്ട്. അത്ര എളുപ്പമല്ല അത്. കാരണം നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടും ആ പ്രകോപനം ഏൽക്കാതെ ഇരിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല ഗുരുക്കന്മാരും ഓരോ ശരീരം എടുത്തെടുത്ത് വീണ്ടും വീണ്ടും കാണിച്ചു തന്നിട്ട് അവരുടെ അനുഭവങ്ങളെ ചിത്രീകരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങേയറ്റത്തെ നിർവ്വാണ പ്രാപ്തിയിലും വന്നതിന് ശേഷവും വീണ്ടും ജന്മമെടുത്തത്, വീണ്ടും ഈ ശരീരമെടുത്തത് എന്ന് ചിന്തിച്ചു പോകത്തക്ക തരത്തിലുള്ളതായ വലിയ മനുഷ്യർ ഈ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളായിരുന്നു ബുദ്ധൻ. കഴിഞ്ഞ ജന്മത്തിൽ തന്നെ അദ്ദേഹം ഒരുപക്ഷെ സാക്ഷാത്കൃതനായിരിക്കണം. വീണ്ടും ആവിർഭവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെയോ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹന്തയുടെയോ മറ്റോ വാസനകളുണ്ടെങ്കിൽ അതും കൂടി അറ്റുപോണം. അങ്ങനെ അറ്റുപോകത്തക്ക തരത്തിൽ ഉള്ളതായ ഒരു സാധ്യതയെ കണ്ടുകൊണ്ടാണ് വീണ്ടും ഒരു ജന്മം എടുക്കുക. അതൊരു പക്ഷെ അവസാനത്തേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ഇനി എത്ര ജന്മങ്ങൾ എടുത്താലാണ് ഈ അഹന്തയും മറ്റും ഈ കാലുഷ്യങ്ങളും ഈ കൽമഷങ്ങൾ വാസനകളുടെ ഈ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എത്ര ജന്മങ്ങൾ വേണ്ടി വരും? ഓരോ ജന്മങ്ങളും സുഖങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖങ്ങളാണ് തരുന്നതെങ്കിൽ പിന്നെ എന്തിനെ വീണ്ടും ആവിർഭവിക്കണം? പക്ഷെ ആവിർഭവിച്ചേ പറ്റൂ. അതും നമ്മുടെ കൈകളിലല്ല. നാം ജനിക്കുന്നതും നാം മരിക്കുന്നതും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പിന്നെ എന്ത് അഹങ്കരിക്കാനാണ്? ഈ ജന്മരഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുവനിൽ ആദ്യം ചോദ്യമായിട്ട് വരുന്നത് ഇത് തന്നെയാണ്: എന്തിനാണ് അഹങ്കരിക്കുന്നത്? യാതൊരു വിലയും ഇല്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ഗതിക്ക് 10 കാശിന്റെ പോലും വിലയില്ലാത്തൊരു സാധനമാണ് ഈ അഹങ്കാരം. പക്ഷെ നമ്മളത് വിടാൻ തയ്യാറില്ല. നമ്മുടെ കുഴപ്പമല്ല അത്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ് നിരപേക്ഷനായി മാറുവാനുള്ളതായ ജീവിത സാധ്യതകളെ ആയോജനം ചെയ്യണമെന്നാണ്. എങ്കിലേ സത്യപഥത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുള്ളൂ. വിനായകന്റെ ഈ മുറികൊമ്പ് തരുന്ന സന്ദേശം അത്ര ചെറുതല്ല, അല്ലേ മനോജേട്ടാ? നമുക്കതെല്ലാം പാഠമാണ്. വിഭാന്തം വിശേഷേണ ഭാനം ചെയ്യുന്നവനെ, ഏകനായിരിക്കുന്നതായ വിനായകൻ വിശേഷേണ ഭാസിക്കുന്നത് കൊണ്ടാണ് അനേക ദൃശ്യങ്ങളിൽ നാം ഇവിടെ കാണുന്നത്. അത് അറിവിന്റെ ഭാനമാണ്, അനേകമായിട്ട് ഭാസിക്കുന്നു. ഏതൊരു വിശ്വാത്മാവിന്റെ അന്തസ്പന്ദമാണോ ഈ പ്രാപഞ്ചിക ചലനങ്ങളുടെ ഓരോ സ്പന്ദത്തിലും ഭാസിക്കുന്നത്, അതിനെയാണ്, അത് പരമ്പൊരുളിന്റെ സ്പന്ദനമാണ്. അത് അനേകമായിട്ട് വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകമായിരിക്കുന്നതായ സത്യം അത് എറ്റേണലാണ്, അത് അനശ്വരമാണ്. അപ്പോഴും ഉണ്ടായി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഭാവങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് തന്നെ അത് അനേക ഭാവങ്ങളെ എപ്പോഴും എപ്പോഴും വിടർത്തി കാണിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. വിഭാന്തം വിശേഷേണ ഭാസിക്കുന്നു. കരാത്മീയ ദന്തം, കരത്തിൽ ആത്മീയമായ ദന്തത്തോടു കൂടിയവനെ, തൻ്റെ അഹന്തയെ തന്നെ ഭാവഭേദം വരുത്തി അതിനെ ഗുണമുള്ളതാക്കി, അഹന്തയെ ഗുണമുള്ളതാക്കി. എങ്ങനെ ഗുണമുള്ളതാക്കി? ഒരു എഴുത്തുകാരനെങ്കിലും ആക്കി. നല്ലൊരു എഴുത്തുകാരനാണല്ലോ ഗണപതി. അതിൻ്റെ ഒരു സൂചന ഇവിടെ കരാത്മീയ ദന്തം, തൻ്റെ കരത്തിൽ ഇരിക്കുന്നതായ ദന്തം ആത്മീയ ദന്തമാണ്. എന്താണ് ആത്മീയ ദന്തം എന്ന് പറഞ്ഞാൽ?
നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പിരിച്വൽ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്, എൻ്റെ ദന്തം എന്നാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തുകളില് അധ്യാത്മം എന്ന് പറയുവാൻ കാരണം അതാണ്. എന്താണ് അധ്യാത്മം എന്ന് പറഞ്ഞാൽ? അതിനെ ഭൗതികമെന്നോ ആത്മീയമെന്നോ വേർതിരിച്ചു വെക്കാനാവാത്ത മാതിരിയുള്ളതായ ഒരു ദർശനത്തെയാണ് അധ്യാത്മ ദർശനം എന്ന് പറയുന്നത്. ആത്മീയം എന്ന് പറയുമ്പോൾ അത് എൻ്റേതാണ്, അങ്ങനെയാണെങ്കിൽ നിൻ്റേതും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇവിടെ കരാത്മീയ ദന്തം എന്ന് പറയുമ്പോൾ അത് വിനായകന്റെ കയ്യിലിരിക്കുന്നതായ എൻ്റെ ദന്തം എന്നുള്ള അർത്ഥത്തിലാണ്. സ്വന്തം കൊമ്പിനെ തന്നെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ത്രിലോകൈക വൃന്ദം, 3 ലോകങ്ങൾക്കും ഒരേ ഒരു ഞെട്ട് ആയിട്ടുള്ളവനെ, 3 ലോകങ്ങളും ഒരു ഞെട്ടിൽ നിന്നും മുളച്ചു വന്നതാണ്. 3 ലോകങ്ങളും ഒരു ഞെട്ടിൽ നിന്നാണ് മുളച്ചു വന്നത്. ആ ഒരു ഞെട്ട് ഏതാണ്? എല്ലാത്തിനും കാരണമായിരിക്കുന്നതായ ഒരു പൊരുൾ. എല്ലാത്തിനും കാരണമായിരിക്കുന്നതായ പൊരുളായിരിക്കുന്നതായ ആ ഞെട്ടിൽ നിന്നും 3 ലോകങ്ങൾ പ്രകടമായി വന്നിരിക്കുന്നു. അങ്ങനെ 3 ലോകങ്ങൾക്കും കേന്ദ്രബിന്ദുവായിട്ട് വർത്തിക്കുന്നവൻ വിനായകൻ. ത്രിപുരാന്തകനാണ് അച്ഛൻ. 3 പുരങ്ങളെയും എരിച്ചു കളയുന്നവനാണ്. 3 പുരങ്ങളെയും ആവിർഭവിപ്പിക്കുന്നവനാണ്. 3 പുരങ്ങളെയും വേണ്ടവണ്ണം പരിപാലനം ചെയ്യുവാൻ കഴിവുള്ളവനാണ്. 3 പുരങ്ങളെയും എരിച്ചു കളയുവാനും കഴിവുള്ളവനാണ്. ഇതിനെല്ലാം മൂല കാരണമായിരിക്കുന്ന ആരാണ്? പരമേശ്വരനാണ്. പരമേശ്വരന്റെ പുത്രനാണ് വിനായകൻ. അപ്പോൾ അതിനെ ഭേദമായിട്ട് കാണേണ്ടതില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ 3 ലോകങ്ങൾക്കും ഒരേ ഒരു ഞെട്ടായിരിക്കുന്നവനെ, ഒരു ഞെട്ടിൽ 3 പൂക്കൾ ഉണ്ടായിരിക്കുന്നവനെയാണ്. ആ 3 തലങ്ങളെ ബോധ മനസ്സായിട്ടും അബോധ മനസ്സായിട്ടും ഉപബോധ മനസ്സുമായിട്ടൊക്കെ കാണുമ്പോൾ ഈ മനസ്സ് വർത്തിക്കുന്നതിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നത് നമ്മുടെ ശുദ്ധമായ ബോധം തന്നെയാണ്. ആ ബോധത്തിൽ ഉണ്ടാകുന്നതായ ചലനങ്ങളാണ് മനോവൃത്തികളായി മാറുന്നത്. ഇപ്പോൾ നാം ഈ ജാഗ്രതയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ മനോവൃത്തികൾ, ഈ മനോവൃത്തികൾ എന്ന് പറയുന്ന ഒരു പരിധിവരെ പ്രിട്ടൻഡഡ് ആണ്, അഭിനയമാണ്. കാരണം നമ്മൾക്കറിയാം ഇപ്പോൾ എന്നിൽ ഉണ്ടായിരിക്കുന്നതായ മനോവൃത്തികൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു വ്യക്തി എന്താണ് എന്ന് അറിയണമെങ്കിൽ ബോധ മനസ്സിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് ഈ ഹിപ്നോട്ടിസ്റ്റുകളൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് പിടിക്കുന്ന ഒരു ഉപബോധ മനസ്സിനെയാണ്. ഉള്ളതൊക്കെ വെളിയിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ജാഗ്രത അവസ്ഥയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കള്ളങ്ങളെ പറയും, അല്ലേ? അങ്ങനെയൊന്നുമല്ല, അതിങ്ങനെയായിരുന്നു. കാരണം നന്നായിട്ട് അഭിനയിക്കാൻ നമുക്ക് അറിയാം. പക്ഷെ ഉപബോധ മനസ്സിലേക്ക് ചെല്ലുമ്പോൾ തികച്ചും നമ്മുടെ വ്യക്തിസത്ത എന്താണോ അതാണ്. അപ്പോൾ നമ്മുടെ ബോധത്തിനും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്നതുപോലെ 3 പുടങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും അതിൻ്റെ ഞെട്ടായി വർത്തിക്കുന്നതായ ഒന്നുണ്ട്. അവിടെയാണ് നാം നമ്മെ കണ്ടെത്തേണ്ടത്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനോ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്ന ഞാനോ, ഉറക്കത്തിൽ സുഷുപ്തിയിൽ കാണുന്ന ഞാനോ അല്ല ഞാൻ. പിന്നെ ഏതാണ് ഞാൻ യഥാർത്ഥത്തിൽ? അത് പിടിതരാതെ മറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ നമ്മളെ പറ്റി പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഉണ്ടായതായ വിഷയങ്ങളാണ്. നമ്മളെപ്പറ്റി പഠിക്കുവാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും നാം തന്നെ നമ്മുടെ മുന്നിൽ ഒരു സമസ്യയായിട്ടിരിക്കുന്നു. അത് തന്നെ വെളിപ്പെട്ട് കിട്ടുന്നില്ല. പിന്നെയാണ് ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ കാര്യം. അപ്പോൾ നാം നമ്മെപ്പറ്റി പഠിക്കാതെ, നാം ഒരു സമസ്യയാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതിന് തന്നെ സമയമില്ല. ഇതൊന്ന് തീർത്തെടുക്കണമെങ്കിൽ ഉള്ള സമയം പോരാ.
പിന്നെ ലോകകാര്യം അന്വേഷിച്ച് നടക്കുകയാണ്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇത് തിരിച്ചറിയണം. ആധ്യാത്മികമായ പഠനങ്ങൾ, സത്സംഗങ്ങളെല്ലാം ഇത് നമ്മെ ഉണർത്തിച്ചു തരുന്നു. ഇത് ബോധ്യപ്പെട്ടാലോ ആദ്യം പറഞ്ഞതുപോലെ ഗൗരവമുള്ള സത്യാന്വേഷി അവന്റെ സമയങ്ങളെ കളയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 3 ലോകങ്ങൾക്കും ഞെട്ടായിരിക്കുന്നതായ വിനായകനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നതായ 3 പുരങ്ങൾക്കും കാരണനായിരിക്കുന്നതായ ഒരു പൊരുൾ എൻ്റെ അകമേ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ധ്യാനാത്മകമായിട്ട് അറിയണം. വിനായകനെ അന്വേഷിച്ച് നമ്മൾ ഉള്ള ക്ഷേത്രങ്ങൾ മുഴുവനും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ക്ഷേത്രം. അതിലൊരു ക്ഷേത്രജ്ഞനുണ്ട്. അവനുമായിട്ട് പാരസ്പര്യപ്പെടുക, അവനായിട്ട് സംസാരിക്കുക, അവനായിട്ട് മന്ത്രിക്കുക. അതാണ് മന്ത്രം. അവനായിട്ട് സ്വകാര്യം പറയുക. സുമന്ദമാണ് അവന്റെ യാത്ര. എപ്പോഴും വളരെ സുമന്ദമാണ്, മന്ദഗതിയായിട്ടുള്ളവനാണ്, ധൃതിയില്ല. കാരണം അച്ഛൻ്റെ കയ്യിലിരിക്കുന്നതായ മാമ്പഴം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുജൻ 3 ലോകങ്ങളും കറങ്ങാൻ വേണ്ടി മയിലിന്റെ പുറത്ത് റോക്കറ്റ് പോകണ പോലെ അങ്ങ് പോയി. ഇദ്ദേഹം ചെയ്തത് വളരെ മന്ദമായ ഗതിയിൽ തൻ്റെ അച്ഛനും അമ്മയുമാണ് തൻ്റെ ജഗത്ത് എന്ന് മനസ്സിലാക്കി 3 പ്രദക്ഷിണം വയ്ക്കുന്നു. ധൃതിയില്ല. ധൃതി എന്ന് പറയുന്നത് മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ഗുരുക്കന്മാർ പറയുന്നു. തിരക്കാണ്, എനിക്ക് സമയമില്ല എന്നൊക്കെ പറയുന്ന ആരാണ്? ഈ ലോകത്ത് എല്ലാവർക്കും ഒരേ സമയം തന്നെയാണുള്ളത്, 24 മണിക്കൂർ. സമയമില്ലെന്ന് ആരോട് പറയുന്നു? നിന്റെ സമയം എവിടെ പോയി? എനിക്കും അതേ 24 മണിക്കൂറാണുള്ളത്, നിനക്കും 24 മണിക്കൂറാണുള്ളത്. പക്ഷേ ജീവിതത്തിന്റെ മുഖ്യമായിട്ടുള്ളതായ കാര്യസാധ്യത്തിന് വേണ്ടി നിനക്ക് കിട്ടിയിരിക്കുന്നതായ ഈ അനർഘ നിമിഷങ്ങളെ എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു? എന്നിട്ട് സമയമില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, അതിൻ്റെ വഴിക്ക് പോവുക. ഗുരു ഒരു വഴിക്ക് പോകുന്നു, ദൈവം വേറൊരു വഴിക്ക് പോകുന്നു, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. അപ്പൊ അവിടെ നമുക്ക് നിയന്ത്രണമില്ല. നിയന്ത്രണം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? എന്നെ ഞാനാക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാനായി തീരുന്നതിന് വേണ്ടിയിട്ട്. മറ്റുള്ളതാകാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ധൃതിയെല്ലാം മാറ്റിവെച്ച് ശാന്തമായിട്ട് നമ്മുടെ നിമിഷങ്ങളുമായി, നമ്മുടെ അടുത്ത് വരുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായി കണ്ടുകൊണ്ട് അതിനോട് സല്ലപിക്കാൻ കഴിയണം. അതിനോട് ആത്മരീതിയുള്ളവനായി തീരണം. ഇല്ലെങ്കിൽ ഈ സമയം എന്ന് പറയുന്നത് കാലനും കൂടിയാണ്, അവൻ വെറുതെ ഇരിക്കില്ല. ഇതെല്ലാം വളരെ രഹസ്യാത്മക സ്വഭാവമുള്ളതാണ്. അപ്പോ ജീവിതത്തിൻ്റെ സാരല്യതയെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും സമയം ഇല്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറും. അവനാണ് കാലാതീതൻ. കാലാതീതമായിരിക്കുന്നതായ ജീവനെ കുറിച്ച് ആണ് പഠിക്കുന്നത്. പഠിക്കുന്ന ഒരാളും കാലാതീതനായി ഇരുന്നുകൊണ്ട് വേണ്ടേ പഠിക്കാൻ. ക്ലോക്കിലേക്ക് നോക്കി പഠിക്കാൻ സാധ്യമല്ല. ചിലർ പറയാറുണ്ട്, ഞാൻ 1 മണിക്കൂർ ധ്യാനിച്ചു. ഇത് ടൈം ബൗണ്ടഡ് അല്ല, ഇത് നിരന്തരതയാണ്. നിരന്തരത എന്ന് പറയുമ്പോൾ അവിടെ ടൈമില്ല. അത് അനവരതമാണ്, അത് അനവദ്യമാണ്, അത് അനാദ്യന്തമാണ് എന്ന് തിരിച്ചറിയണം. ഓം അങ്ങനെയുള്ളതായ വിനായകനെ പരന്തം ഭജേഹം ഭവന്തം ഞാൻ ഭജിക്കുന്നു. എത്ര യുക്തിഭദ്രമാണ്, എത്ര ശാസ്ത്രീയമാണ്. പരനായുള്ള ആ നിന്ദരുവടിയെ ഞാൻ ഭജിക്കുകയാണ്. അവൻ പരനാണ്. അപരനായിരുന്നുകൊണ്ട് ഭജിക്കാൻ സാധ്യമല്ല. പക്ഷെ അപരനായിരിക്കുന്നത് കൊണ്ടാണ് ഭജിക്കാൻ തന്ത്രപ്പെടുന്നത്. എന്താ കാരണം? ദുഃഖങ്ങളുണ്ട്. ദുഃഖങ്ങളുടെ പിന്നാലെ സുഖം വരും, സുഖത്തിന്റെ പിന്നാലെ നിഴൽ പോലെ ദുഃഖങ്ങൾ വരും. അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആ പരനായിട്ടുള്ളവനെ പരനായിരുന്നുകൊണ്ട് തന്നെ അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ കഴിയൂ. അതേവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം.
വിനായകൻ എല്ലാവരെയും അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം.